ഡോക്ടറെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, ഈ മയക്കുമരുന്ന് ഇങ്ങനെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് കോഴിക്കോട് 10 പേർക്ക് HIV എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ? അത് 2-3 വീഡിയോ വാർത്തയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഒരു DMO പറയുന്നുണ്ട്, ഈ ഒരേ സൂചി മയക്കുമരുന്ന് കുത്താൻ മാറി മാറി ഉപയോഗിച്ചതാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ നമ്മൾ ബോധവൽക്കരണം നടത്തുമെന്നാണ് ആരോഗ്യവകുപ്പിൽ ആ DMO ഇരുന്ന് പറഞ്ഞത്. ഓരോ കുത്തിവയ്പ്പിനും ഓരോ സൂചി വേണം. ഇത് എയ്ഡ്സിൻ്റെ ഒരു ഭീഷണി വന്നിട്ട ഒരു സമയത്താണ് ഈ ഒരു ഷിഫ്റ്റ്. അതിനു മുമ്പ് ഞാനെല്ലാം ഈ ചെറുപ്പത്തിൽ സർക്കാർ ആശുപത്രിയിൽ അമ്മമ്മ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഞങ്ങൾ ഓരോ അസുഖം പറഞ്ഞപ്പോഴും തൂശി വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ചികിത്സ, അത് വെച്ചാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ധാരണ അമ്മമ്മയ്ക്കും. അപ്പോൾ ഒരു ആശുപത്രിയിൽ 200-300 പേരൊക്കെ ഉണ്ടാവും ആശുപത്രിയിൽ. അതിൽ 19 പേർക്ക് എങ്ങനെയായാലും കുത്തിവയ്പ്പ് ഉണ്ടാവും, 1-2 സൂചി ഉണ്ടാവും. ഈ സൂചി കൊണ്ട് അത് കുത്തി എത്ര നാളായിട്ട് കുത്തണമായിരിക്കും. നേഴ്സ് മുട്ടുകാല് കൂടി വെച്ച് അങ്ങനെ ആ രീതിയിൽ മോശമായ സിറിഞ്ചൊക്കെ വെച്ചാണ് കുത്തിയിരുന്നത്. ഒരു കുഴപ്പവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ ആരോഗ്യവകുപ്പിൽ ആ DMOയുടെ ഒരു ഇത് കേട്ടപ്പോൾ മയക്കുമരുന്ന് ചേർന്നുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഒരേ സൂചി കൊണ്ട് കുത്തിയതിൻ്റെ കുഴപ്പമാണ് വന്നത്. HIV ഉണ്ടാക്കിയത് സൂചിയാണ്. സൂചി HIV ഉണ്ടാക്കുമോ? നമ്മൾ ഏതെങ്കിലും ഒരു മൃഗത്തെ വിളിച്ചിട്ട് 10-20 പ്രാവശ്യം അല്ലെങ്കിൽ 5-10 മൃഗങ്ങളെ വെച്ചിട്ട് ഒന്ന് മാറി മാറി കുത്തിയിട്ട് HIV ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ? ഇവരെല്ലാം മൃഗങ്ങളിലാണല്ലോ പരീക്ഷിക്കുന്നത്. മരുന്നിൻ്റെ പരീക്ഷണം മൃഗങ്ങളിൽ, വാക്സിൻ്റെ പരീക്ഷണം മൃഗങ്ങളിൽ, ഓപ്പറേഷൻ ചെയ്ത് പഠിക്കുന്ന മൃഗങ്ങളിൽ, ഇതെല്ലാം മൃഗങ്ങളിലാണ്. ഏതെങ്കിലും ഒരു മൃഗത്തിന് ഇവർ മാറി മാറി സിറിഞ്ച് കയറിയതിൻ്റെ ഫലമായിട്ട് മൈനോട്ട് സാധ്യത ഇല്ലയെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് വൈറസ് ഉണ്ടാക്കുന്നതല്ല. ഒന്ന്, ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ നിയമത്തിനെതിരാണ്. രക്തത്തിലേക്ക് നേരിട്ടൊരു സാധനം കയറാൻ പാടില്ല. ഇപ്പം നമ്മൾ ചോറ് അരച്ചെടുത്തിട്ട് സിറിഞ്ചിൽ വലിച്ചെടുത്ത് ഇഞ്ചക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. പാമ്പിൻ്റെ വിഷം നേരെ വയറ്റിലേക്ക് പോയാൽ ഒരു കുഴപ്പമില്ല, അത് രക്തത്തിലേക്ക് കിടക്കുന്നതുകൊണ്ടാണ് വിഷം മനുഷ്യൻ മരിക്കുന്നത്. നല്ല പ്രോട്ടീനാണ്. എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ കാര്യം കഷ്ടമാവും. അപ്പോൾ നേരിട്ട് രക്തത്തിൽ കയറാൻ പാടില്ല. ശരീരത്തിലൊരു നിയമം അതാണ്. ഈ ഇഞ്ചക്ഷനിൽ തന്നെ ആൾ മരിക്കാനുള്ളൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. അതിനെ അനാഫൈലാറ്റിക് ഷോക്ക് എന്നാണ് പറയുക. ഈ കമ്പിപ്പാര ആഴങ്ങളിലേക്ക് തുളച്ചു കയറുമ്പോൾ ഉണ്ടാകുന്നൊരു ഷോക്ക്. ന്യൂറോജനിക് ഷോക്കും ആളെ കൊല്ലാം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇഞ്ചക്ഷൻ കൊണ്ട് ന്യൂറോജനിക് ഷോക്ക് ഉണ്ടാവില്ല എന്നുള്ള വാദമാണ് പ്രബലമായിട്ടുള്ളത്. പക്ഷേ അതിനൊരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. നാഡി ഞരമ്പുകൾക്ക് കേടുപറ്റാം ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഇഞ്ചക്ട് ചെയ്യുന്ന മരുന്ന് അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം വരാം. അങ്ങനെ ഇഞ്ചക്ഷനിൽ തന്നെ ധാരാളം തകരാറുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സെമിനാറിൽ 4 ലക്ഷം പേർക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു മരണം ഈ അനാഫൈലാറ്റിക് ഷോക്ക് നീഡിൽ കടന്നതിൻ്റെ പേരിൽ ഉണ്ടാകാമെന്ന് പറഞ്ഞു. അതിലുണ്ടായിരുന്നൊരു ഡോക്ടർ കരിശം കയറി അവൾ ചാടി കണ്ടിട്ട് പറഞ്ഞു, ആരാണ് പറഞ്ഞത് 4 ലക്ഷത്തിലൊന്ന്? 10 ലക്ഷത്തിലൊന്നാണ്. എനിക്ക് വിരോധമില്ല, എനിക്ക് എതിർപ്പില്ല. ഉണ്ടല്ലോ, മരണസാധ്യത ഉണ്ടല്ലോ. അത് 4 ലക്ഷത്തിലൊന്നാണോ 10 ലക്ഷത്തിലൊന്നാണോ 1 കോടിയിലൊന്നാണോ? പക്ഷേ നറുക്ക് കിട്ടുന്നത്, ലോട്ടറി അടിക്കുന്നത് ആർക്കാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? കഷ്ടകാലത്തിന് അതിൻ്റെ കുഞ്ഞായിപ്പോയാലോ ഞാനായിപ്പോയാലോ? ഇതാണ് ഒരു ഭാഗം. രണ്ടാമത്തത്, ഈ മാറി മാറി ഒരു നീഡിൽ കുത്തിക്കഴിയുമ്പോൾ ഒരാളുടെ ശരീരത്തേക്ക് കടന്ന നീഡിലിൽ രക്തത്തിൻ്റെ അംശം, ആ രക്തത്തിലെ RNA DNA ഒക്കെ അതുപോലുള്ള അംശങ്ങൾ, ആ ബ്ലഡിൻ്റെ അംശം അങ്ങനെ തന്നെ മറ്റൊരാളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതവിടെ തകർച്ച ഉണ്ടാക്കാം. ഒരാളുടെ രക്തവും മറ്റൊരാളുടെ രക്തത്തിന് ചേരില്ല. അത്രയ്ക്ക് വ്യത്യസ്തമാണ് ഈ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരിൽ രക്തത്തിൻ്റെ അവസ്ഥ. അവരെ ചേരുംപടിയാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിലും ലിവറിനുള്ള തകരാറ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ലിവർ കോംപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ടാകും. വൈറ്റമിൻ ഹെപ്പറ്റൈറ്റിസ് A, B, C പ്രത്യേകിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എൻ്റെ കയ്യിൽ നല്ലൊരു പുസ്തക കാര്യത്തിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു സയൻസ് ടെക്സ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിലൊരു സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത, അല്ലെങ്കിൽ ശരിയായിട്ട് നടക്കുന്നത് എന്താ? മയക്കുമരുന്ന് പോരെ ഒരാളുടെ ആരോഗ്യം തകർക്കാൻ,
രോഗപ്രതിരോധ ശേഷി സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി ഇവരെ എയ്ഡ്സ് എന്ന് പറയുന്ന അതേ അന്തരീക്ഷം, ഒന്നും ദഹിക്കുന്നില്ല, വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, മെലിഞ്ഞുണങ്ങി വരിക, പോഷകം കിട്ടാതെ വരിക, അങ്ങനെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം മന്ദിച്ച് ഒരു മനുഷ്യൻ ഉണങ്ങി മരിക്കാനൊരവസ്ഥ ഉണ്ടാക്കാൻ മയക്കുമരുന്ന് പോരെ. ആ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞ് അതിൽ നിന്ന് ആളുകളെ മാറ്റുന്നതിന് പകരം ഞങ്ങൾ സിറിഞ്ച് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാതെ വീണ്ടും ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്താൻ പരിപാടി ഇടുന്നതെന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. ഇവിടെ മയക്കുമരുന്ന് തന്നെയാണ് തകർക്കുന്നത്. അല്ല, മയക്കുമരുന്നുകൾ തകർക്കില്ലെങ്കിൽ പിന്നെ ബാക്കി നമ്മളെന്തിനാ അത് ഉപയോഗിക്കാതിരിക്കുന്നത്? ആ ഒരു ആനന്ദം അനുഭവിച്ചുകൂടെ? അപ്പം മയക്കുമരുന്ന് പാടില്ല, മയക്കുമരുന്ന് തന്നെയാണ് അവിടെ അപകടം ഉണ്ടാക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, HIV-യുടെയും എയ്ഡ്സിൻ്റെയും പേരിൽ പ്രചരിക്കുന്നതെല്ലാം കള്ളക്കഥകളാണ്. ഞാൻ ഏറ്റവും ആദ്യം എഴുതിയ എൻ്റെ പുസ്തകം എയ്ഡ്സ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ രോഗം, പെൻറ്റഗണിൻ്റെ ആയുധം എന്നുള്ളതാണ്. നമ്മുടെ ഈ കോവിഡ് പോലും അതൊരു വെപ്പണായിരുന്നു. ലോകം അടച്ചിടണം, വാഹനങ്ങൾ ഓടരുത്, ആളുകൾ പുറത്തിറങ്ങരുത്, പരിപാടികൾ നടക്കരുത്, ഫാക്ടറികൾ വർക്ക് ചെയ്യരുത്. അതോടെ ലോകത്തിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. അന്തരീക്ഷ മലിനീകരണം, ഓസോൺ പാളികൾ ഭീകരമായ ദ്വാരം വന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഇങ്ങോട്ട് കടക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥ മാറി. ആ ദ്വാരം അടഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയും മലിനീകരണം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള കുടില ബുദ്ധി, അതൊരു ബിൽഗേറ്റ്സ് ബുദ്ധിയാണത്. റോക്ക്ഫെല്ലർ, ടെഡ് ട്യൂണർ, ലോകം യഥാർത്ഥത്തിൽ ഭരിക്കുന്നവർ. ഇപ്പോൾ ട്രംപുരാൻ എന്ന് പറഞ്ഞാൽ ട്രംപുരാൻ ഏക് സുൽത്താനാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ അതെ. അല്ലെങ്കിലും ലോകം ഭരിക്കുന്നത് ട്രംപും എലോൺ മസ്കും ഇവരൊക്കെ കൂടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ദരിദ്രവാസികൾ 10 രൂപ കിട്ടിയാൽ അതുകൊണ്ട് നമ്മൾ കഞ്ഞി മേടിച്ച് കുടിക്കും. ഇങ്ങനെയുള്ള ദരിദ്രവാസികൾ ഇപ്പോൾ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ വരുന്ന പണം 140 കോടി ജനങ്ങൾക്കും പോകാണ്ട് 40 കോടി മാത്രമായിട്ട് ഇന്ത്യയുടെ സമ്പത്ത് ഒതുങ്ങിയിരുന്നെങ്കിൽ എല്ലാവർക്കും സ്വർഗ്ഗതുല്യമായിട്ട് ജീവിക്കായിരുന്നു. ഇത്രയും മലിനീകരണം ഉണ്ടാവില്ല. അപ്പോൾ ജനസംഖ്യ കുറച്ചും ജനങ്ങളെ വീട്ടിലിരുത്തിയും അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഈ ഒരു ലക്ഷ്യത്തിൽ നടന്നിട്ടുള്ളതാണ്. കോവിഡ് വാക്സിൻ കിട്ടി, ചെറുപ്പക്കാർ പോലും നടക്കണവർ ഉരുണ്ടുരുണ്ട് മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിനൊരു വേവലാതിയില്ല. 5 പേർക്ക് നിപ്പ വരുന്നു, അപ്പുറത്ത് ഡെങ്കി വരുന്നു എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പുകാർ എന്തൊരു ഉഷാറായിട്ട് ഓട്ടമാണ്. ഇത്രയും ആളുകൾ ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൽ ഡോക്ടർമാർ തന്നെ 42 വയസ്സുള്ള ഡോക്ടറാണ് മാരത്തോൺ ഓട്ടം കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എന്നിട്ടൊരു അന്വേഷണ രാജ്യത്ത് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഏത് വിഷയത്തിലാണോ കൊമ്പത്തിരിക്കുന്നവർക്ക് താല്പര്യമുള്ളത്, അവരുടെ ഫണ്ട് കിട്ടുന്നത്, മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഫണ്ട്, റോക്ക്ഫെല്ലർ ഫണ്ട്, ബിൽഗേറ്റ്സിൻ്റെ അങ്ങനെയുള്ള ഫണ്ടുകൾ കിട്ടുന്നത്, ആ കാര്യത്തിലാണ് ഇവിടെ താല്പര്യമുള്ളത്. ആ കാര്യത്തിൽ എയ്ഡ്സിനെയാണ് ആദ്യമായിട്ട് നമ്മളെ ഞെട്ടിക്കാൻ അവർ ഉപയോഗിക്കുന്നത്. ലോകം വളരെ ശാന്തമായിട്ട് പോകുമ്പോഴാണ് ചിമ്പാൻസിയിൽ നിന്ന് പുതിയൊരു രോഗം മനുഷ്യരിലേക്ക് പടർന്ന് ചതുരംഗക്കളം വേഗതയിൽ 2, 4, 8, 16 ഇങ്ങനെ പടർന്ന് ലോകത്തെ മൊത്തം മനുഷ്യരാശിയെ നശിക്കാൻ പോവുകയാണ് എയ്ഡ്സ്. അതിനൊരു ലോഗോ ഉണ്ടാക്കി, മനോഹരമായൊരു ലോഗോ സഹിതം, ഇമ്പമാർന്ന പേര്, വർണ്ണനകൾ ധാരാളം. ലോകത്തെ മുഴുവൻ ഫണ്ടുകളും അങ്ങോട്ട് ഒഴുകുന്നു. ബാക്കിയുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ഫണ്ടുകൾ എല്ലാം എയ്ഡ്സിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒഴുകുന്ന ഒരവസ്ഥയുണ്ടായി. 80കളിൽ മനുഷ്യർ പേടിച്ച് വിറച്ചാണ് ഈ രോഗത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്, കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കഥ ഇതാണ്. ആഫ്രിക്കയിലെ ചിമ്പാൻസിക്കാണ് ആദ്യമായിട്ട് മരിയ എന്നാണ് ആ ചിമ്പാൻസിയുടെ പേര്. അപ്പോൾ എൻ്റെ പുസ്തകത്തിലെ ചോദ്യം, ആഫ്രിക്കൻ കാടുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു ചിമ്പാൻസിക്ക് മരിയ എന്ന് പേരിട്ടതാരാണ്? മരിയ ചിമ്പാൻസിക്ക് പുതിയൊരു രോഗം വന്നിരിക്കുന്നു എന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ആ ചിമ്പാൻസിയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുന്നവർക്കും ആ ചിമ്പാൻസിയുടെ രക്തം മാറുന്നവർക്കും ആ ചിമ്പാൻസി കുത്തിവെച്ച മയക്കുമരുന്ന് സൂചി ഉപയോഗിച്ചവർക്കും ചിമ്പാൻസിയുടെ മനുഷ്യക്കുഞ്ഞിനും 4 വിധത്തിലാണല്ലോ എയ്ഡ്സ് പകരുന്നത്, അല്ലാതെ പകരുന്നില്ല. പകർന്ന് ഭൂലോകം നശിക്കുമെന്ന് ഇവർക്കിതെങ്ങനെ മനസ്സിലായി? കബഡി വെച്ച് നോക്കിയോ? താമ്പൂല പ്രശ്നം വെച്ചോ? അപ്പോൾ ഇതിലാണ് കള്ളക്കളി വരുന്നത്. ഇത് പണ്ട് മറിയമേ നീ ഗർഭം ധരിച്ചൊരു ശിശുവിനെ പ്രസവിക്കും, അതിന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞാൽ ആ ക്രിസ്ത്യൻ കഥ അങ്ങനെ തന്നെ എടുത്ത് രൂപം മാറ്റി ഫിറ്റ് ചെയ്തതാണ്.
അതിലവർ വിട്ടുപോയ പാകപ്പിഴ, കൊതുക് കുത്തിയാൽ പകരില്ല. എയ്ഡ്സ് രോഗിയെ കൊതുക് കുത്തിയിട്ട് നമ്മൾ വന്ന് കുത്തിയാൽ പകരുകയല്ല, സൂചി കുത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ പകരും. ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ലൂപ്പ് ഹോൾസ്. നുണക്കഥകൾ ഉണ്ടാക്കുമ്പം മുഴുവൻ പൊളിക്കാൻ പറ്റില്ല. പക്ഷെ ആളുകൾ അന്ധമായിട്ട് വിശ്വസിക്കണം. ശാസ്ത്രം പറയണതല്ലേ. ശാസ്ത്രം പറയുന്നത് വെച്ചാൽ ഇത് ഭരണകൂട ശാസ്ത്രമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ശാസ്ത്രലോകത്തിന് ഒരിടത്തൊരു സ്ഥാനമില്ല. ഇപ്പോൾ ലുക് മോണ്ടിയർ പോലുള്ള നിരവധി നൊബേൽ സമ്മാനം കിട്ടിയ സ്വതന്ത്ര ശാസ്ത്രജ്ഞന്മാർ കോവിഡ് തട്ടിപ്പായിരുന്നു, വാക്സിൻ അപകടമാണെന്ന് പറഞ്ഞു. അവരെയൊക്കെ മിണ്ടാതാക്കിയിട്ടാണ് ഈ ഭരണകൂട ശാസ്ത്രജ്ഞന്മാരുടെ, കൂലി ശാസ്ത്രജ്ഞന്മാരുടെ, മരുന്ന് കമ്പനികളുടെ ശാസ്ത്രജ്ഞന്മാരുടെ പുറകെ പോകുന്നത്. അതുപോലെ തന്നെ ഈ എയ്ഡ്സിൻ്റെ കാര്യത്തിൽ അമേരിക്ക നാണം കെട്ട വർഷങ്ങളാണ് 1970. നേർത്ത ചെമ്പു കമ്പി കൊണ്ട് നെയ്തെടുത്ത തലമുടി, കവിൾ 2 വീതുളി, കണ്ണിലുണ്ട് ചാട്ടുളി, ഹിപ്പി 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 പറന്നൊരായിരം ഹിപ്പി. അമേരിക്കയിലെ സായിപ്പ് ലോകമൊട്ടാകെ വന്ന് ഇവിടെയൊക്കെ വന്നിട്ട് മാറി മറയ്ക്കാതിരുന്ന നമ്മുടെ സ്ത്രീകളോട് അന്തസ്സായിട്ട് മാറി മറയ്ക്കണം, ഷർട്ട് ഇടാതിരുന്ന നമ്മുടെ കാരണന്മാരോട് ഷർട്ട് ധരിക്കണം, കോട്ടും സൂട്ടും ഇടുന്നതാണ് അന്തസ്. ഇതൊക്കെ പഠിപ്പിച്ച സായിപ്പിൻ്റെ മക്കൾ ഒരു കളിസം പോലെ ഒരു സാധനം ഇട്ട് ഒരു ഗിറ്റാറും കെട്ടി മുടിയും നീട്ടി വളർത്തി കഞ്ചാവും വലിച്ച് കള്ളും കുടിച്ച് ലോകമൊട്ടാകെ അങ്ങ് നടക്കാൻ തുടങ്ങി. സമ്പത്തുകൊണ്ട് മടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അമേരിക്കയിലെ തെരുവീതികളിൽ പാർക്കുകളിലൊക്കെ പരസ്യമായിട്ട് കിടന്ന് ഇണചേരുന്ന ഒരവസ്ഥയിലേക്ക്. ഇപ്പം ഭാരതത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു പാപമോ അസാൻമാർഗികതയോ ഒന്നുമല്ല. അതും വിശുദ്ധമായ ഒന്നായിട്ട് തന്നെ ഇപ്പോൾ ശിവലിംഗത്തിൻ്റെ ആരാധന. പക്ഷേ ആ ക്രിസ്ത്യൻ സങ്കല്പത്തിൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിലക്കപ്പെട്ടത് സെക്സ് കൊണ്ടാണ് ആദമനും ഹവ്വയ്ക്കും പർദീസ നഷ്ടമായത്. അതുകൊണ്ട് അതുകൂടെ തുടങ്ങുന്നത് അങ്ങനെ ഒരു തരത്തിലാണ് ഇതിനെ കാണുന്നത്. ആ അമേരിക്കയിലെ സായിപ്പിൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയപ്പോൾ സ്വിച്ചിട്ടതുപോലെ അത് നിർത്താൻ അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്ന് എയ്ഡ്സ് ഉണ്ടാവും. ഇത് നമ്മുടെ കോൺവെൻറ്റുകളിലെ കന്യാസ്ത്രീകൾ പോലും പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഫണ്ട് കിട്ടി, എയ്ഡ്സ് ഫണ്ട്. കോടികൾ. അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ധരിച്ചിരിക്കണം. അതിൻ്റെ മെസ്സേജ് എന്താ? കുട്ടി, ആരുമായി നിനക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഉറ ഉണ്ടായാൽ മതി. അതിൻ്റെ കച്ചവടം ഇത് സ്കൂളുകളുടെ മതിലുകളിൽ പോലും എഴുതി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെറിയ കുട്ടികൾക്ക് പോലും അത് പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കലാണ് തായ്ലാൻഡിലെ ടൂറിസം വ്യാപന കാലത്ത് ഹൗ ടു പ്രസൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി അമേരിക്കൻ സോൾജിയർ ഓർ അമേരിക്കൻസ് ടൂറിസ്റ്റ്. ഇത് കുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെ ടൂറിസ്റ്റുകളോട് പെരുമാറണം, എങ്ങനെയാണ് അവരെ വേദനിപ്പിക്കരുത്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കടമയാണ്. നമുക്ക് ഫോറിൻ മണി കിട്ടണം, ഡോളർ കിട്ടണം. അങ്ങനെ ബാങ്കോക്ക് എങ്ങനെ നശിച്ചു, ടൂറിസം കേന്ദ്രങ്ങൾ നമ്മുടെ കോവളം സഹിതം എന്താണ്, ഈ മയക്കുമരുന്നിൻ്റെ മുഴുവൻ വ്യാപനം കോവളത്തു നിന്നല്ലേ തുടങ്ങിയത്, ടൂറിസത്തിൽ നിന്നല്ലേ തുടങ്ങിയത്. അപ്പോൾ എയ്ഡ്സ് എന്നുള്ള ഉമ്മാക്കി അവിടെ ഒരു പൊളിറ്റിക്കൽ ആവശ്യമായിരുന്നു. അതുപോലെ തുടങ്ങി വെച്ചാൽ മതി, ബാക്കിയുള്ളവരെ ഏറ്റെടുത്തോളും. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നിങ്ങളൊരു 10 കോടി രൂപ തരാമെങ്കിൽ ഞാനൊരു പുതിയ രോഗം മാർക്കറ്റ് ചെയ്ത് തരാം. ഡിസീസ് ഡിസൈനേഴ്സ് ഉണ്ട് നമ്മുടെ. അതിനുള്ള മരുന്നും ഇപ്പുറത്ത് പ്രിപ്പയർ ചെയ്ത് തരാം. എനിക്കൊരു 10 ലക്ഷം തരുന്നു കുടിവെള്ള കമ്പനികൾ. എനിക്കൊരു 10 ലക്ഷം രൂപ വന്നാൽ കുടിവെള്ള കമ്മല്ലാത്ത ഒരു വെള്ളം മനുഷ്യൻ കുടിക്കാത്ത രീതി ഞാനാക്കി തരാം. ഞാൻ ആദ്യം പോയിട്ട് ആലുവ നമ്മളെ വെള്ളം പെരിയാറിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടല്ലോ, ഒരുത്തനെ ഏർപ്പാട് ചെയ്തു. ഇത്തിരി പോയിസൺ അവിടെ ചേർപ്പിച്ചു, അനേകം ആളുകൾ മരിച്ചു. സുരക്ഷിതമല്ലാത്ത കുടിവെള്ളം നിങ്ങളെങ്ങനെ കുടിക്കും? പിറ്റേ ദിവസത്തെ പ്രചരണം, സുരക്ഷിതമായ കുടിവെള്ളം ഞങ്ങളുടെ കുപ്പിവെള്ളം. ഒരുവിധം കാശുള്ളവൻ ആരെങ്കിലും പിന്നെ പൈപ്പ് വെള്ളം കുടിക്കുമോ? എപ്പോഴാണ് തീവ്രവാദികളും പ്രശ്നമായിട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഒന്നും വേണ്ട. ഞാൻ നേരെ നമ്മുടെ നാട്ടിലുള്ള ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രി ചെല്ലുന്നു. ഡോക്ടർ പറയുന്നു, ഡോക്ടറെ ഇന്നിവിടെ 4 പേര് മരിച്ചിട്ടില്ലേ? ഡെഡ് ബോഡീസ് മോർച്ചറിയിലുണ്ട്. ഡോക്ടറെ ഒരു ഉപകാരം ചെയ്യണം, ഞാൻ ഒരു 10 ലക്ഷം രൂപ തരാം. ഇവിടെ 10 രൂപ കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ ചാകാൻ പോണ രോഗിയെ തിരിഞ്ഞു നോക്കാത്ത ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. സമർപ്പിതരായ ഡോക്ടർമാരുണ്ട്, അവരെന്നോട് ക്ഷമിക്കട്ടെ. 10 ലക്ഷം തരുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ കണ്ണുകൾ തെളിഞ്ഞ് എന്ത്? ഡോക്ടർ വേറെ ഒന്നും ചെയ്യണ്ട, ഹെൽത്ത് ഡയറക്ടർക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. ഈ 4 പേരും മരിക്കുന്നതിന് മുമ്പ് പച്ചവെള്ളം കുടിച്ചിരുന്നവരാണ്. ആ പച്ചവെള്ളത്തിലെ ഏതോ
ബാക്ടീരിയയാണ് സംശയിക്കുന്നത്. ആക്കോളിയാണോ ഈക്കോളിയാണോ ഏതോ കോളി ബാക്ടീരിയയാണ് പുതിയ ഒരു രോഗത്തെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് അയച്ചാൽ മതി. 10 ലക്ഷം ഒരു മെസ്സേജ് അയക്കാൻ. ആ ഡോക്ടർ 10 ലക്ഷം എന്താ പിടിച്ചു. എന്താ കുഴപ്പമുള്ളത്? എനിക്കൊരു സംശയമുണ്ട്. ഇവർ മരിക്കുന്നതിന് മുമ്പ് പച്ചവെള്ളം കുടിച്ചവരാണ്, അതിലുണ്ടായിരുന്ന ഏതോ കോളി ബാക്ടീരിയയാണ് പുതിയ രോഗമായിട്ട്. ഞാൻ ഉടനെ തന്നെ പത്രക്കാരനെ എന്ന് കണ്ടു, ക്രൈം നന്ദകുമാരനെ വന്ന് കണ്ടു. ഇങ്ങനെ പുതിയൊരു രോഗം പൊട്ടി പുറപ്പെടുന്നുണ്ട്, മോർച്ചറിയിൽ 4 പേരുടെ മൃതദേഹം വെച്ചിട്ടുണ്ട്. തെളിവില്ലാണ്ട് നന്ദകുമാർ വാർത്ത കൊടുക്കുമോ? എന്തെങ്കിലും തെളിവ്? പിന്നെ ആ ഡോക്ടർ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഡയറക്ടർക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഉടനെ ഹെൽത്ത് ഡയറക്ടറെ തന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ എറണാകുളം ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. ഹെൽത്ത് ഡയറക്ടറാണെങ്കിൽ ചൊറിയും കുത്തിയിരിക്കണം. അവർക്ക് കാശ് പിരിക്കുക, മരുന്ന് കമ്പനിയുടെയൊക്കെ കമ്മീഷൻ മേടിക്കുക, മന്ത്രിക്ക് കൊടുക്കുക, വിഹിതിച്ചെടുക്കുക എന്നുള്ളതാണ് പാവത്തിൻ്റെ ജോലി. വേറെ എന്ത് ജോലിയാണ് ഇവർക്കുള്ളത്? അപ്പോൾ ഉടനെ ചാടി ഉഷാറായി. ഞാൻ അങ്ങോട്ടൊരു മെഡിക്കൽ ടീമിനെ അയച്ചിട്ടുണ്ട്, മെസ്സേജ് കിട്ടി. പിന്നെ എന്താണ്, മെഡിക്കൽ ടീം വരുന്നതിന് മുമ്പ് പൊട്ടുകുറ്റിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എത്തി. മെഡിക്കൽ ടീം കാറിൽ നിന്ന് ഇറങ്ങുന്നു, സ്ലോ മോഷനിൽ മോർച്ചറിയിലേക്ക് പോകുന്നു, മോർച്ചയുടെ വാതിൽ തുറക്കുന്നു, 4 മൃതദേഹങ്ങൾ അതിൻ്റെ ഇവർ നോക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം വാർത്ത എന്താ, ഏതോ കോളി ബാക്ടീരിയ രോഗം, മെഡിക്കൽ ടീമിൻ്റെ പരിശോധന, 4 പേരുടെ മരണം, ഫോട്ടോകൾ പല ആംഗിളിൽ. പിന്നെ ഹെൽത്ത് ഡയറക്ടർ ഒരു പ്രസ്താവന, തിളപ്പിച്ചാറ്റിയ വെള്ളമല്ലാതെ ഞങ്ങൾ കുടിക്കരുത്, അങ്ങനെയാണ് സംശയമുണ്ട്, അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. അത്രേ ഉള്ളൂ, ജാഗ്രത പാലിക്കണം. ഞാൻ നേരെ ശ്രീലങ്കയിലേക്ക് വണ്ടി കയറി, വിമാനം കയറി. അവിടെ ചെന്ന് അവിടെയും കൊടുത്തു 10 ലക്ഷം. അവിടെയും കൂടെ വാർത്ത വരുന്നു, കുടിവെള്ളപ്പനി പടരുന്നു, ലോകാരോഗ്യ സംഘടന. തായ്ലാൻഡിൽ പോയി അവിടെയും കൊടുത്തു. കഥ പിന്നെ വല്ലതും പറയണം. ലോകം വ്യാപിക്കുകയാണ്. ഉടനെ അതിർത്തി അടക്കുന്നു, ടൂറിസ്റ്റുകളെ തടയുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്സിൻ എടുത്താലേ അങ്ങോട്ട് കിടക്കാൻ പാടുള്ളൂ എന്ന് വരുന്നു, ക്വാറന്റൈൻ ചെയ്യുന്നു. ഭൂകമ്പം, അതിനിടയ്ക്ക് കുപ്പിവെള്ള കമ്പനികളുടെ പരസ്യം, മരുന്ന് കമ്പനിക്കാരുടെ പരസ്യം, പ്രിവെൻറ്റീവ് മെഡിസിൻ. മണ്ടന്മാർ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചോളും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കളി മരുന്ന് കമ്പനികളും തൽപര കക്ഷികളും, മരുന്ന് കമ്പനി മാത്രമല്ല, വെതർ വെപ്പൺ, ഒരു രാജ്യത്തിൻ്റെ കാലാവസ്ഥ തകിടം മറിക്കാനൊന്നും സാധിക്കും. മഴ പെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു രാജ്യത്ത് മഴ പെയ്യിപ്പിക്കാതിരിക്കാനും സാധിക്കും. ഫുഡ് വെപ്പൺ, ആഹാരത്തിലൂടെ ഇന്ന് യുദ്ധം നടക്കുന്നത്, ഇപ്പോൾ ഗസയിലും ഉക്രൈനിലും നടക്കുന്ന നേരിട്ടുള്ള കൊല്ലലുകളൊക്കെ വളരെ പ്രാകൃതമാണ് എന്നുള്ളൊരു ആളുകൾക്ക് എല്ലാവർക്കും അതിനോടൊരു വെറുപ്പ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഈ ഫുഡ് വെപ്പണിലൂടെ ഒരു പ്രദേശത്തെ ജനങ്ങളെ ആക്കുന്നതിൽ, ഷണ്ടന്മാരാക്കുന്നതിൽ, ഒരു ബിസ്ക്കറ്റിൽ ചേർക്കുന്ന ചെറിയ കെമിക്കൽ പോലെ, വ്യാപകമായി കൊടുക്കുന്ന വാക്സിനിലെ ഒരു കൂട്ട് പോലെ. ഇപ്പോൾ ബീറ്റ എച്ച് സി ജി പ്രോട്ടീൻ കെനിയയിലെ വാക്സിനുകളിൽ ചേർത്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബിഷപ്പുമാർ സമരത്തിനിറങ്ങി. ടെറ്റനസ് വാക്സിനിൽ പെൺകുട്ടികളെ വന്ധ്യകളാക്കാനുള്ള ഈ ബീറ്റ എച്ച് സി ജി പ്രോട്ടീൻ ചേർത്തു എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിൽ ആദിവാസി പെൺകുട്ടികളിൽ നടത്തിയൊരു പരീക്ഷണമുണ്ട്. 17 ആദിവാസി പെൺകുട്ടികൾ മരിച്ചപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. സുപ്രീം കോടതിയിൽ ഡോക്ടർമാരുടെ, ഈ എത്തിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്, എത്തിക്സ് പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർമാരുടെ സംഘടനയൊക്കെ ഉണ്ട്. നല്ലവരായ ഡോക്ടർമാർ ധാരാളം പേരുണ്ട്. അതിലൊരു സംഘടനയാണ് സുപ്രീം കോടതി കേസ് കൊടുത്തത്. 20,000 കുട്ടികൾക്ക് വാക്സിൻ കൊടുത്തു. എന്ത് കൊടുത്തു എന്ന് ആർക്കും അറിയില്ല. അനുവാദം കൊടുത്തത് ഒരു വാർഡൻ, കത്തിരൊപ്പിട്ട് വെച്ചിട്ടുണ്ട്. രക്ഷാകർത്താക്കൾക്കറിയില്ല, ഈ പെൺകുട്ടികൾക്കറിയില്ല ഏത് വാക്സിൻ എന്തായിരുന്നു അതിലെ ചേരുവ. ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള വന്ധ്യംകരണം, ജനസൈഡ്, കൂട്ടക്കുരുതികൾ പല ഭാഗത്തും ലോകത്ത് ഈ ദരിദ്ര രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഫോട്ടോ പത്രത്തിൽ വരണമെന്നല്ലാതെ ഇതെന്താ ഈ സാധനം എന്ന് പരീക്ഷിക്കാൻ, പഠിക്കാൻ, കൈക്കൂലി കിട്ടിയാൽ എന്തും നമ്മുടെ നാട്ടിൽ നടക്കും. അതുകൊണ്ട് എയ്ഡ്സിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നമ്മൾ തേടി പോകുമ്പോൾ അതിൽ യുദ്ധതന്ത്രം എന്ന നിലയ്ക്ക്, രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക്, മരുന്ന് വിൽപ്പനയുടെ നിരവധി ചതികൾ. ഇത് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. എയ്ഡ്സ് ടെമ്പിൾ, തായ്ലാൻഡിൽ എയ്ഡ്സ് ടെമ്പിളുണ്ട്. അവിടെ ഈ എയ്ഡ്സ് കൊണ്ട് മരിച്ച എയ്ഡ്സ് രോഗികളുടെ അഭയകേന്ദ്രമാണ്.
അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എയ്ഡ്സ് കൊണ്ട് മരിച്ച രോഗികളുടെ അസ്ഥി കൊണ്ട് പലതരത്തിലുള്ള ബിംബങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്തിനാണെന്നറിയാവോ? തായ്ലാൻഡുകാർ ഭീരുക്കളാണ്, സ്പിരിറ്റിനെ പേടിയാണ്, മരിച്ചുപോയവരുടെ ആത്മാക്കളെയൊക്കെ പേടിയാണ്. അപ്പോൾ തായ്ലാൻഡിലെ ഒരു പൊതുവായൊരു അന്തരീക്ഷം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു നിശ്ചിത ശതമാനം ആളുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പലരുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ ഫ്രീ. ഇവരൊക്കെ എയ്ഡ്സ് എനിക്കും പിടിക്കുക എന്നുള്ള പേടി. കാരണം മറ്റ് ആളുകളോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അമ്പലക്കാളയ്ക്ക് എയ്ഡ്സ് പിടിക്കില്ല, എത്ര പശുവായിട്ട് ബന്ധപ്പെട്ടാലും. മനുഷ്യന് പിന്നെ രോഗം പിടിക്കുമോ? അതുകൊണ്ട് ഈ പേടിയുള്ളവരാണ്. അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് ഈ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ടെമ്പിൾ നടത്തുന്ന സന്യാസി ബുദ്ധ സന്യാസിയാണ്. അതിനുവേണ്ടിയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഇതൊക്കെ കൂടി കണ്ടു കഴിയുമ്പോൾ ഇവൻ ആകെക്കൂടെ ഈ വയ്യാണ്ടിരിക്കുന്ന എയ്ഡ്സ് രോഗികൾ, കിടക്കുന്നവർ, അതിനിടയ്ക്ക് ഇവരുടെ തലയോട്ടികളുണ്ട്, പ്രതിമകൾ, എല്ലുകൊണ്ടുള്ള മുഴുവൻ കൊടുക്കും. അതിനുവേണ്ടി ഉണ്ടാക്കി വെക്കുന്ന. ഞാൻ ഈ എയ്ഡ്സ് ടെമ്പിളിൽ ഒരു 5-8 പ്രാവശ്യം പോയി അവിടുത്തെ രോഗികളെ പഠിച്ചു. അവരായിട്ട് ആരും, അവിടുത്തെ ഡോക്ടർമാർ പോലും കൈയും പുറകെ കെട്ടി വന്നിങ്ങനെ പോകുമ്പോൾ ഞാൻ അവരെ തൊടും, അവരോടൊപ്പം കട്ടിലിരിക്കും, അവർക്ക് പഴങ്ങൾ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. പലരും ഇമ്പ്രൂവ് ചെയ്തു. ഇത്തിരി വെയിൽ കൊള്ളാൻ പറഞ്ഞു, പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞാൻ അവരോട് മരുന്ന് നിർത്താൻ പറഞ്ഞു. പിന്നീട് ചെല്ലുമ്പോൾ അവരെല്ലാം കൂടുതൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവരിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അതേപോലെ കംബോഡിയയിലെ ജനറൽ ആശുപത്രിയിൽ 2 പ്രാവശ്യം പോയി. എയ്ഡ്സിന് പ്രത്യേക വാർഡാണ്, അവിടെ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ സ്പോൺസർ പറഞ്ഞു, ഇവർക്കൊന്നും എയ്ഡ്സ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നത്തെ എവിടെ? അതെ, വേറെ ഏത് വാർഡിലാണെങ്കിലും എയ്ഡ്സ് വാർഡിൽ വന്ന് കിടന്നാൽ സ്പോൺസർ ചെയ്യുന്ന സംഘടന $3 ദിവസവും കൊടുക്കും. $3 കംബോഡിയയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ് പാവപ്പെട്ടവർക്ക്. ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം കിട്ടും, മറ്റേ ചികിത്സയും കിട്ടും. അപ്പോൾ എയ്ഡ്സ് വാർഡിൽ പേഷ്യൻസിൻ്റെ എണ്ണം കാണിച്ചാൽ സംഘടനയ്ക്ക് കിട്ടുന്ന കാശ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ചെന്ന് അവിടെയുള്ള, ആദ്യത്തെ പ്രാവശ്യം തന്നെ ജീവനക്കാരുമായിട്ട് കുറച്ച് ചങ്ങാത്തം ഉണ്ടാക്കി. അപ്പോൾ എന്ന് വെച്ചാൽ അടുക്കാൻ പ്രയാസമാണ്, അങ്ങോട്ട് ആരും കേട്ടില്ല. പ്രത്യേക സാങ്ഷൻ എൻ്റെ സ്പോൺസറായിരുന്ന ലേഡി വളരെ ഹോൾഡുള്ളവരാണ് പൊളിറ്റിക്കലി അവിടെ. അപ്പോൾ അത് കാരണം കിട്ടിയൊരു അനുവാദം കൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. ഒരു ഈച്ചയെ പോലും വേറെ പുറത്തുനിന്ന് കയറ്റുകയില്ല. മരുന്ന് കൊടുക്കുന്ന ആളെ ഞാൻ, ഫാർമസിസ്റ്റ്, ഏതൊക്കെ മരുന്നാണ് കൊടുക്കുന്നത് പല പറഞ്ഞ് ഇന്ന മരുന്നൊക്കെയാണ്. പിന്നെ ചില മരുന്നുകളുണ്ട് അത് എൻ്റെ കയ്യിലില്ല, പക്ഷെ പിന്നെ ആരുടെ കയ്യില്ല, അത് ഡോക്ടറുടെ കയ്യിലും മാത്രമാണ്. എന്നുവെച്ചാൽ എന്താ ഡോക്ടറുടെ കയ്യിൽ മാത്രം? അത് വളരെ വില കൂടിയ മരുന്നാണ്. ഡോക്ടർ ആരാണ്? ഡോക്ടർ അമേരിക്കൻ ലേഡിയാണ്. അവർ പുതിയ മരുന്നുകളുടെ പരീക്ഷണം നടത്തുകയാണ് ഈ രോഗിയുടെ പുറത്ത്. ഗിന്നിപ്പന്നികൾ $3 ദിവസം കിട്ടും. പിന്നെ ഭക്ഷണം, കോടികൾ അവിടെ ഉണ്ടാക്കാനുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പല എയ്ഡ്സ് കേന്ദ്രങ്ങളിലും ഈ അമേരിക്കൻ ഡോക്ടർമാരുടെ സാന്നിധ്യം, ഭീകരമായിട്ടുള്ള മരുന്ന് പരീക്ഷണം. പ്രത്യേകിച്ച് അവിടെ തായ്ലാൻഡിൽ തന്നെ ഹോം ഹഗ് എന്ന് പറഞ്ഞിട്ടൊരു എയ്ഡ്സ് HIV കുട്ടികളുടെ കേന്ദ്രമാണ്. ഞാൻ അവിടെ ഒരു സന്യാസിനിയുടെ കേന്ദ്രത്തിൽ വെച്ചൊരു പ്രകൃതിയിൽസ ക്യാമ്പ് നടത്തിയപ്പോൾ ഈ ഹോം ഹഗ്ഗിലെ അമ്മ കുന്തിയു അവർ വന്നു. അവരുടെ നടക്കാനും ഇരിക്കാനും വയ്യ, അവർക്ക് ഒറ്റ ഇതേ ഉള്ളൂ, എൻ്റെ മകളെ ഒന്ന് ഏൽപ്പിച്ചിട്ട്, എൻ്റെ ചാർജ് ഏൽപ്പിച്ചിട്ട് പോകാൻ, അവളൊന്ന് പ്രായപൂർത്തിയാകുന്നവരെ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 100ഓളം കുട്ടികൾ, ആരും അവരെ കേൾക്കില്ല. ഒരു ഡോക്ടർ പോലും വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലില്ല, പേടിയാണ്. 7 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്ത് അവർക്ക് നല്ല ആശ്വാസമായി. പിന്നെ അവർ തിരിച്ചു പോയി. അടുത്ത ക്യാമ്പിൽ അവർ എയ്ഡ്സ് HIV കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ട്, എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു 5-6 പേരെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഒരു പരീക്ഷ ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു HIV കുട്ടികളാണ് നിങ്ങൾ ആരോടും പറയരുത്, പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഓടിക്കളയും. എൻ്റെ ആവശ്യമില്ല. ആ കുട്ടികൾ വന്നു, ഇവർക്ക് നല്ല വ്യത്യാസമുണ്ട്, ഇവർ ക്യാമ്പിൽ പങ്കെടുത്തു, ആ കുട്ടികളും പങ്കെടുത്തു. ആ കുട്ടികളും ഞാനുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി, ഞങ്ങളൊന്നിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. കുട്ടികൾക്കെന്ന് വെച്ചാൽ അവരാരും തൊടുകയില്ല, അവരടുത്ത് വരില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ട് പതുക്കെ ക്യാമ്പിലുള്ള എല്ലാവരും അവർ ഫ്രീ ആയി. അങ്ങനെ ഈ കുട്ടികൾക്ക് 7 ദിവസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു നിർദ്ദേശം വെച്ചു, ഹോം ഹഗ്ഗിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു ക്യാമ്പ് നടത്താം. അപ്പം ഞാൻ എവിടെ പോയി ക്യാമ്പ് നടത്തിയാൽ വിദേശത്ത് പോയാലും ഒരു ഫീസൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും തരികയും വേണ്ട, ഫീസ് എനിക്ക് അല്ലാണ്ട് തന്നെ ഇല്ല, നിങ്ങൾ തരുന്നത് പോലും വേണ്ട, ഫ്രീ ആയിട്ട്.
അപ്പോൾ കുൻ ഊ എന്ന് പറഞ്ഞിട്ട് തായ്ലാൻഡിൻ്റെ പ്രശസ്തയായ ഒരു TV സ്റ്റാർ ഈ ക്യാമ്പിലുണ്ട്. അവർ പറഞ്ഞ് ഈ ക്യാമ്പിനുള്ള ഫുഡ് സ്പോൺസർ ചെയ്യാം, ഫ്രൂട്ട്സ്. അങ്ങനെ ക്യാമ്പിലുള്ള പലരും ഭക്ഷണത്തിനൊക്കെയുള്ള പണം അവിടെ തന്നെ. ക്യാമ്പിന് ഈ ഊ വരാമെന്നും പറഞ്ഞു. ക്യാമ്പിൻ്റെ സമയത്ത് ഊ വരുമ്പോൾ ഊവിൻ്റെ കൂടെ ഒരു നല്ല സംഘം പത്രക്കാർ, TV ചാനലുകാരുണ്ട്. ഞങ്ങൾ ഹോംഹങ്ങിലേക്ക് കയറി, കുട്ടികളെല്ലാം കൂടി ഓടി വന്ന്, ഈ 7 കുട്ടികളുണ്ടായിരുന്നല്ലോ. ഞാൻ ഇവർക്ക് വേണ്ടി ക്യാമ്പ് നടത്താമെന്ന് വരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കുട്ടികളോട് ഇങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് അവരെ മാത്രം വിളിച്ച് സംസാരിക്കുമ്പോൾ 3 മണി ഇവരാകെ പരിഭ്രാന്തരായി, റെസ്റ്റ്ലെസ്സായി. എന്തോ കുന്തിയോ പറഞ്ഞു, ഒന്ന് നിർത്തണം സാറേ, അവർക്ക് മരുന്ന് കഴിക്കേണ്ട സമയമാണ്. 3 മണി 5 മിനിറ്റ് വൈകിയാൽ അവർ മരിച്ചു വീഴും. ഈ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. വൈകിയുണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട്. എടാ ഇങ്ങനൊരു മരുന്നോ? മരണത്തെ പിടിച്ചു നിർത്തിട്ട മരുന്നോ? അങ്ങനെ സാധനം ഇല്ലല്ലോ. അത് കുട്ടികൾ മരുന്ന് കഴിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മരുന്നിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് ഈ കുട്ടികളെ എന്നെ കണ്ട് ഓടി വന്ന് 2 എണ്ണം കൈ തോന്നി, ഒരുത്തൻ മുതുകത്തോടെ കയറിയിട്ട് കഴുത്തേ പോകുന്നിരുന്നു. ഞാൻ മറ്റൊരിത്തിരി പേടിച്ച് സംഘമൊക്കെ ഇത്തിരി. പിന്നെ ബാക്കിയുള്ള കുട്ടികളും വന്ന് ഞങ്ങളവിടെ കളി തുടങ്ങി. ചെന്ന വഴിയെ കളി തുടങ്ങി. കൂടി പതുക്കെ 2-ാം ദിവസമായപ്പോൾ ഈ പത്രപ്രവർത്തകരുടെ സംഘവും ഈ കുട്ടികളായിട്ട് കളിക്കാൻ തുടങ്ങി. ക്യാമ്പ് വളരെ നന്നായിട്ട് നടന്നു. ഒരു 3 മാസം കഴിഞ്ഞ് എനിക്ക് റിപ്പോർട്ട് കിട്ടി, 6 കുട്ടികളെ ഞാൻ ഇതിൽ നിന്ന് പങ്കെടുപ്പിക്കരുത്, അവരാ മരുന്ന് നിർത്തരുത്. അത്രയും വീക്കായ കുട്ടികളാണ്. ഒരു മാസം 5 കുട്ടികളോടെ മരിച്ചുകൊണ്ടിരുന്നു. അത് ഈ മരിക്കാൻ പോണ കുട്ടികളാണ്. നമ്മൾ ഇതീ ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളുടെ തലയിൽ വരും. ആ കുട്ടികൾ, ഈ കുട്ടികൾ മരുന്ന് നിർത്തിയപ്പോൾ അവരും നിർത്തി. ആ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്തു. കുറേ കുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ തായ്ലാൻഡിൽ 3 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഹോം ഹഗ് മരുന്നിലേക്ക് തിരിച്ചു പോയി. പഴങ്ങളൊക്കെ നിർത്തി. ഇവർക്ക് ഫണ്ട് കൊടുത്തിരുന്ന സംഘടന അറിഞ്ഞത് 6-ാം മാസത്തിലാണ്. ആരാണ് നിങ്ങളോട് മരുന്ന് നിർത്താൻ പറഞ്ഞത്? ആ മരുന്ന് കൊടുത്ത കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്ന റിപ്പോർട്ട് അയച്ചു കൊടുത്താൽ കാശ് കിട്ടിയിരുന്ന മരുന്ന് പരീക്ഷണമാണ്. ലോകമൊട്ടായുള്ള അനാഥ കേന്ദ്രങ്ങളിൽ ഈ പുതിയ മരുന്നുകളുടെ പരീക്ഷണം, ഇവരുടെ നിരവധി സൂത്രങ്ങളും തട്ടിപ്പുകളും ഇല്ലാ രോഗം ഉണ്ടാക്കി രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ. ഇപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം, ഇമ്മ്യൂണോ സപ്രസീവ് ആണല്ലോ എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ആ ഡെഫിഷ്യൻസി വരുന്നത് ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്ത് ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് തന്നെ വിശേഷിക്കപ്പെടുന്ന മരുന്നുകളുണ്ട് അലോപ്പതിയിൽ. അസാത്തിയോപ്രൈൻ പോലുള്ള മരുന്നുകൾ, ഇമ്മ്യൂണിറ്റി പവർ കംപ്ലീറ്റ്, ട്രക്കോലിമോസ് പോലുള്ള മരുന്നുകൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തകർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇമ്മ്യൂണോ സപ്രസീവായിട്ടുള്ള മരുന്നുകൾ ഇവർ കൊടുത്തിട്ട് ആ മരുന്നൊക്കെ കഴിച്ച് ഇമ്മ്യൂണിറ്റി പോയിട്ട് അതിനെ വൈറസ് കൊണ്ടുവന്നതാണ്. അത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് ആളുകൾക്ക് ഈ പേടി എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത്. HIV എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പ്, എയ്ഡ്സ് എന്ന് പറയുന്നത് അതിലും വലിയ തട്ടിപ്പ്. അതിലൂടെ ലോകത്ത് ഒഴുകിയ പണത്തിന് വല്ല കണക്കുണ്ടോ? മനുഷ്യരെ കൊന്നൊടുക്കിയതിന് കണക്കുണ്ടോ? വീട്ടിൽ കയറ്റാതെ മക്കളെ അച്ഛനും അമ്മയും പുറത്താക്കി, അമ്മയെ പുറത്താക്കി, അച്ഛനെ പുറത്താക്കി, എന്താ ഭീകരതകൾ നടന്നു. ഇപ്പോൾ ആർക്കും എയ്ഡ്സിനെ പേടിയില്ല. ഇതിനിടയിലാണ് ഈ 10 പേർക്ക് എയ്ഡ്സിൻ്റെ പറഞ്ഞിട്ട് പറഞ്ഞത് HIV എയ്ഡ്സിൽ വരുന്നുള്ള അത് സൂചിയിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പരിഹാസ്യത ഇവരെന്താ ആലോചിക്കാത്തത്? നമ്മുടെ ആരോഗ്യവകുപ്പ് ഇതൊന്ന് ചിന്തിക്കണം. അവിടെ ഇരിക്കുന്ന ആളുകൾ ഈ മോളിൽ നിന്ന് വരുന്ന ഇൻഡാസ് അനുസരിച്ച് തുള്ളുന്നതിന് പകരം ഒന്ന് ആലോചിക്കാൻ തയ്യാറാവണം. ഉണ്ട് മയക്കുമരുന്ന്. ഇനി മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന ആരാ? ഇത് മുഴുവൻ മരുന്ന് കമ്പനിക്കാരുണ്ടാക്കുന്നതാണ്. അവരുടെ കൂടെ ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ നല്ല മരുന്ന്. ആളുകൾ പോയി കുറച്ച് നേരിട്ട് ഉപയോഗിച്ച് അവർ ഓപ്പിയോയിഡ് കോൺട്രവേഴ്സി അമേരിക്കയിൽ നടന്നിട്ടുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ എങ്ങനെയാണ് പെയിൻ കില്ലറുകൾ മയക്കുമരുന്ന് തന്നെയാണ്. ആ പെയിൻ കില്ലറുകൾ ഉപയോഗിച്ച് അവിടെ ചെറുപ്പക്കാർ മുഴുവനും വെടിവെക്കാനും വെട്ടാനും കുത്താനും ക്രിമിനലുകളായി മാറിയത്. അത് അവർ തിരിച്ചറിഞ്ഞ് ഓപ്പിയോയിഡ് മരുന്നുകൾ അവസാനിപ്പിച്ചു. അതെല്ലാം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ക്രിമിനൽ ആക്ടിവിറ്റികളെല്ലാം കൂടി ചെറുപ്പക്കാരെല്ലാം മയക്കുമരുന്നുകൾക്ക് അടിമയായി. ആ ഓപ്പിയോയിഡ് ക്രൈസിസ് വേറൊരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിൻ്റെ പിന്നിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി തന്നെയാണ്. അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ മാഫിയ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് പിടിച്ചു, എവിടെ നിന്ന് വന്നു? അവരെ പിടിക്കണില്ലല്ലോ, എൻ്റെ സോഴ്സ് പിടിക്കുന്നില്ലല്ലോ. അത് ഈ അലോപ്പതി മാഫിയ തന്നെയാണ്.
അതിൻ്റെ ഒരു തട്ടിപ്പ് തന്നെയാണ് കോഴിക്കോട് നടന്നിരിക്കുന്നത്. HIV പേരിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് കോഴിക്കോട് 10 പേർക്ക് HIV ഉണ്ടായി എന്ന് പറയുന്ന ഒരു സംഭവം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മയക്കുമരുന്ന് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തട്ടിപ്പും. നന്ദി, നമസ്കാരം ഡോക്ടറെ. ഓക്കെ.